തൻ പൊന്മയിപ്പീലിയിൽ ഏഴുവർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിൽപ്പീലിയിൽ വഴിയോരത്ത് അന്നാദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ വഴിയോരത്ത് അന്നാദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ കുറുനിര തഴുകിയ കാറ്റിനോടന്നു നീ ഉള്ളം തുറന്നുവെന്നോ അരുമയാ ആമോഹ പൊൻതൂവലൊക്കെയും പ്രണയനിലാവായി ഒഴിഞ്ഞുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിൽപ്പീലിയിൽ ഈ മുളം തണ്ടിൽ ചുരന്നൊരൻ പാട്ടുകൾ പാലാഴിയായി നെഞ്ചിൽ നിറച്ചുവെന്നോ തണ്ടിൽ ചുരന്നൊരൻ പാട്ടുകൾ പാലാഴിയായി നെഞ്ചിൽ നിറച്ചുവെന്നോ അതിലുറുമൃത കണങ്ങൾ കോർത്തു നീ അന്നും കാത്തിരുന്നെന്നോ അകതാരിൽ കുറുകിയ വെൺപ്രാക്കളൊക്കെയും അനുരാഗദൂതുമായി പറന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിൽപ്പീലിയിൽ ഏഴുവർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല
ഇപ്പൊ അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടി കാരണക്കാരനല്ലേ രാമകൃഷ്ണ? അങ്ങേയറ്റം നമ്മൾ അവളെ ഉപദ്രവിച്ചില്ലേ? എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത്? എങ്ങനെയാണ് ഇനി അതൊക്കെ ഒന്ന് തിരുത്തുക? നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലോ. അതെ, അറിയാതെയും അന്വേഷിക്കാതെയും ആ മാമച്ചന്റെ നിർബന്ധത്തിന് വഴങ്ങി. എനിക്കതൊക്കെ തിരുത്തണം. ഒറ്റ വഴിയേ ഉള്ളൂ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് എഴുതുക. അങ്ങനെ പെട്ടെന്ന് എഴുതിയാൽ ആളുകൾ വിശ്വസിക്കോ? വിശ്വസിക്കും. താൻ എഴുതണം. എല്ലാത്തിനും കാരണം ആ കുട്ടിയുടെ മാനസിക വിഭ്രാന്തിയായിരുന്നു എന്ന് വരുമ്പോ എല്ലാം ന്യായീകരിക്കപ്പെടും. വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടാവുമ്പോ എല്ലാവർക്കും എല്ലാം ബോധ്യാവും. വഴക്കിട്ട് പിരിയുന്ന അച്ഛനമ്മമാരുടെ മക്കൾക്ക് സംഭവിക്കുന്ന ഏകാന്തതയും അന്യതാബോധവുമായി അവൾ ഊട്ടിയിലെ സ്കൂളിൽ താമസിച്ച് പഠിക്കുന്ന കാലം. അതേ സ്കൂളിൽ അവളോടൊപ്പം +2 പഠിച്ചിരുന്ന അവളുടെ കസിൻ ജിത്തു. അവരൊരുമിച്ചാണ് വെക്കേഷന് സാധാരണ ഊട്ടിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? ഒരുവിധം കഴിച്ചുകൂട്ടിന്ന് പറയാം. ഇത് എപ്പോഴും പറയുന്നതല്ലേ, പക്ഷെ റിസൾട്ട് വരുമ്പോ ഡിസ്റ്റിങ്ഷൻ മിനിമം കാണും. അതെ പ്രിയ, നമുക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് 3 മണിക്കുള്ള ബസ്സിന് പുറപ്പെട്ടാ പോരെ? അതെന്തിനാ? ഒരു ഗെറ്റ് ടുഗദർ, നമ്മുടെ ടോണി മാത്യൂസിന്റെ വക. അവന്റെ ഇവിടുത്തെ വില്ലയില്ലേ, അവിടെ അവനും വർഗീസേട്ടനും ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. ഇന്ന് നമ്മുടെ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ അല്ലേ, ഒരു ചെറിയ സെലിബ്രേഷൻ. നമ്മൾ കുറച്ചുപേര് മാത്രം. ജ്യോതിയോടെ ഷെർലിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെത്തുമ്പോ ലേറ്റ് ആവും ജിത്തു. ഇല്ലെന്നേ, പ്രിയയെ വീട് വരെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം എന്റെ അല്ലേ. ആ വേർപിരിയലിന്റെ ആഘോഷത്തിനിടയ്ക്ക് കൂട്ടുകാർ തമാശയ്ക്കൊപ്പിച്ച ഒരു വികൃതിയാണ് പിന്നീടുള്ള അവളുടെ ജീവിതത്തെ തന്നെ അപ്പാടെ മാറ്റിമറിച്ചത്. പ്രിയ, എന്തു പറ്റി? അറിയില്ല. പ്രിയ, എന്താ? എന്ത്? ஹலோ, இங்க அடுத்து ஹாஸ்பிடல் இருக்கா? தெரியாதப்பா. பிரியா, ഹോസ്പിറ്റലിന് ടൗണിലേക്ക് തിരിച്ചു പോകണം. എന്താ പറ്റിയത്? അത് ഒരു ടാക്സി കിട്ടും. വിളിച്ചു പറഞ്ഞാ വരും. എന്താ പറ്റിയ കുട്ടിക്ക്? അത് പിന്നെ നാട്ടിലേക്ക് പോണ വഴിയാ. ബസ്സിൽ വെച്ച് തല കറങ്ങി. എന്റെ കസിനാ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് സെലിബ്രേറ്റ് ചെയ്തപ്പോ അബദ്ധത്തിൽ കുറച്ച് ലിക്കർ കഴിച്ചുപോയി. ജ്യൂസാണെന്ന് കരുതി കുടിച്ചതാ. അത്രേ ഉള്ളൂ. അതിന് ഹോസ്പിറ്റലൊന്നും പോണമെന്നില്ല. ഒരു മുറി തുറന്നുതരാം. ഷവറിന്റെ ചോട്ടിൽ കുറച്ചേരം നിർത്തിയാൽ മതി, ശരിയാവും. പ്രിയ, പ്രിയ, Oh